ഗുജറാത്തും SRHുമാണെന്ന് നേർക്കുനേർ വന്നത്. ഈ മാച്ചിൽ ഹൈദരാബാദ് തോറ്റിരിക്കുകയാണ്. ഗുജറാത്ത് 168 റൺസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ മറുപടി ബാറ്റിംഗിൽ SRH 86 റൺസിൽ ഓൾ ഔട്ടായി. ഇന്ന് ഗുജറാത്ത് കളി ജയിച്ചപ്പോൾ പോയിന്റ് ടേബിളിൽ വലിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. ചെന്നൈ, രാജസ്ഥാൻ, RCB ടീമുകൾക്ക് സന്തോഷ വാർത്തയാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ IPLലെ ലേറ്റസ്റ്റ് പോയിന്റ് ടേബിളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിലവിൽ കൊൽക്കത്ത, ഡൽഹി, മുംബൈ, ലക്നൗ ഈ ടീമുകൾ പുറത്തായിരിക്കുകയാണ്. ഇനി ഇവർക്ക് കയറി വരാൻ സാധ്യത കുറവാണ്. നിലവിൽ പ്ലേ ഓഫിന് വേണ്ടി 6 ടീമുകളാണ് മത്സരിക്കുന്നത്. ഇന്നത്തെ മാച്ചിൽ ഗുജറാത്ത് ജയിച്ചപ്പോൾ പോയിന്റ് ടേബിളിൽ ഗുജറാത്ത് 1-ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. 16 പോയിന്റ് ഗുജറാത്തിനുണ്ട്. ഇതേസമയം RCB ആണ് 2-ാം സ്ഥാനത്ത്. 14 പോയിന്റ് RCBക്കുമുണ്ട്. ഹൈദരാബാദിനാണെങ്കിൽ 14 പോയിന്റ് ഉണ്ട്. ഹൈദരാബാദ് 3-ാം സ്ഥാനത്താണ്. RCBയും ഹൈദരാബാദും തുല്യ പോയിന്റാണ്. ഇനി 4-ാം സ്ഥാനത്തുള്ളത് പഞ്ചാബാണ്. അവർക്ക് 13 പോയിന്റ് ഉണ്ട്. ഇനി 5-ാം സ്ഥാനത്ത് ചെന്നൈ ഉണ്ട്. ചെന്നൈക്ക് 12 പോയിന്റ്. രാജസ്ഥാനാണ് 6-ാം സ്ഥാനത്ത്. അവർക്കും 12 പോയിന്റ് ഉണ്ട്. പഞ്ചാബും ചെന്നൈയും തമ്മിൽ 1 പോയിന്റിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആര് കയറുമെന്നത് പറയാൻ സാധിക്കില്ല. 3 ടീമുകളും 11 മാച്ച് കളിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് രാജസ്ഥാനും പ്ലേ ഓഫിലെത്താം. നിലവിലിനി ചെന്നൈക്കും രാജസ്ഥാനും 3 മാച്ചാണ് ബാക്കിയുള്ളത്. ആ 3 എണ്ണത്തിലും ജയിച്ചാൽ 2 ടീമിനും പ്ലേ ഓഫിലെത്താം. ബാക്കിയുള്ള മത്സരം ജയിച്ചാൽ പഞ്ചാബിനും പ്ലേ ഓഫിലെത്താം. അതുകൊണ്ട് ഒരിക്കലും ആര് കയറുമെന്നത് പറയാൻ സാധിക്കില്ല. അവസാനത്തെ മാച്ചായിരിക്കും ആര് കയറുമെന്നത് തീരുമാനിക്കുന്നത്. ചിലപ്പോൾ ഒരേ പോയിന്റ് ആയാൽ നെറ്റ് റൺ റേറ്റ് കൂടുതൽ ആർക്കാണോ അവരായിരിക്കും കയറാൻ പോകുന്നത്. നിലവിൽ ചെന്നൈ ടീമിന് +0.185 നെറ്റ് റൺ റേറ്റ്. രാജസ്ഥാനും +0.82 ഉണ്ട്. ഇനിയുള്ള മാച്ചുകളിൽ നല്ല റൺ റേറ്റിൽ ജയിച്ചാൽ ആ ടീമുകൾക്ക് പ്ലേ ഓഫിലെത്താം. ഗുജറാത്ത് എന്തായാലും ഇനി പുറത്താകാൻ സാധ്യതയില്ല. അവരെ 16 പോയിന്റ് നേടിക്കഴിഞ്ഞു. അപ്പോൾ ഈ IPLൽ ഏത് ടീമായിരിക്കും പ്ലേ ഓഫിലെത്തുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.